ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് താമരച്ചെടി എങ്ങനെ സക്സസ്ഫുള്ളായി വളർത്താമെന്നുള്ളതാണ്. ആദ്യമായി നമ്മളൊരു വലിയൊരു പോട്ട് എടുക്കണം. അതിലേക്ക് ആദ്യത്തെ ലെയറായിട്ട് ചാണകപ്പൊടി, ഉണക്ക ചാണകപ്പൊടിയാണ് ഇടേണ്ടത്. അത് നമ്മൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് പൊങ്ങി വരാത്ത വിധത്തിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അത് പതുക്കനെ പൊന്തി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നീടായിട്ട് നമ്മൾ ഒരു ഒരു പോട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ അത്യാവശ്യം മണ്ണ്, നമ്മുടെ സാധാരണ മണ്ണ് മതി. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചുമന്ന മണ്ണാണ്. ചുമന്ന മണ്ണ് അടുത്ത ലെയറായിട്ട് നമ്മൾ ചേർക്കേണ്ടതുണ്ട്. അത് നന്നായിട്ട് ആ ചാണകപ്പൊടീനെ മൂടത്തക്ക വിധം നല്ല കട്ടിയിൽ തന്നെ ആ ലെയർ ചെയ്യേണ്ടതാണ്. അതല്ലെങ്കിൽ ആ ചാണകപ്പൊടി അവിടെ നിന്ന് പൊന്തി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിലത്തെ കല്ലും പിന്നെ വലിയ വലിയ വേസ്റ്റായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം അതിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിൽ പതുക്കനെ, അധികം ഫോഴ്സിലല്ലാതെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ ഇട്ടിരിക്കുന്ന ആ ഉണക്ക ചാണകപ്പൊടി അല്ലെങ്കിൽ പൊന്തി വരും. അപ്പോൾ നമ്മൾ പതുക്കനെ ആ വെള്ളം അത്ര ഫോഴ്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അത് ഞാനവിടെ ആദ്യം ചെയ്തിട്ട് അത് ഫ്ലോപ്പായി പോയതാണ്. മുകളിലാണ്, ഞങ്ങൾ ടെറസിൻ്റെ മുകളിലാണ് ഈ സംഭവം വെച്ചിരുന്നത്. എനിക്ക് കുറേ അധികം തൈകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഫ്ലോപ്പായി പോയി. അവിടെ മുകളിൽ നല്ല ചൂടായിരുന്നു, പിന്നെ നോട്ടം എത്തിപ്പെടാതെയും ഒക്കെ അത് കേടായിപ്പോയി. അപ്പം ഞാനതിനൊക്കെ താഴേക്ക് കൊണ്ടുവച്ചു. ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണത്. അപ്പം നമ്മൾ മുകളിൽ വെച്ചപ്പോൾ നമുക്ക് നോട്ടമൊന്നും എത്തിപ്പെടാതെ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ താഴേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് എനിക്ക് കുറച്ചധികം ചെടികൾ കേടായിപ്പോയിരുന്നു. പിന്നെ ഞാനിവിടെ താഴെ കൊണ്ടുവച്ചു. ഇപ്പോൾ വെള്ളം ഒരുപാട് നിറഞ്ഞു, ഒരാവശ്യത്തിന് നിറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കയ്യിലുള്ള ആ ചെടീനെ നന്നായിട്ട് തന്നെ അതിലേക്ക് ഇറക്കി വെക്കണം. അതിൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ പൊന്തിച്ച് ഇത്രേ എനിക്ക് ബാക്കി കിട്ടിയുള്ളൂ കേട്ടോ. എനിക്ക് കുറേ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. 2 പോട്ടിൽ വെക്കാവുന്ന അത്രയ്ക്കും കയ്യിലുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഇത്രയേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ ഞാനത് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞാനത് വെക്കുകയാണ്. ഓരോ ലീവ്സും ഉയർത്തി നിവർത്തിയൊക്കെ വെക്കുകയാണ്. അതിൻ്റെ റൂട്ട്സൊക്കെ ശരിക്കും നല്ല നന്നായിട്ട് തന്നെ മണ്ണിലേക്ക് മുട്ടിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ അത് വളർന്നു വരുള്ളൂ. എനിക്ക് ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നു, ഇത് കളിമണ്ണിൽ മാത്രമേ വളരുള്ളൂ ആയിരുന്നു എൻ്റെ ധാരണ. പക്ഷേ അത് ഞാനിപ്പോൾ ഇതിൽ വെച്ചു. എനിക്കതിൻ്റെ റിസൾട്ട് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം. അതിൻ്റെ വളർച്ച എത്രത്തോളം ആയി എന്നുള്ളത് ഞാൻ ലാസ്റ്റിലുണ്ടത്. അങ്ങനെ ഞാനതിൻ്റെ റൂട്ട്സൊക്കെ നന്നായിട്ട് ഡീപ്പാക്കിയിട്ട് അതിൽ മുട്ടിച്ച് വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞ് ഞാൻ നല്ല വെയിലുള്ള ഒരു സ്ഥലത്തേക്ക് അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണത്, നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ ഇതിങ്ങനെയാണ് വളർന്ന് ഒരുപാട് ഇലകളായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറേ അധികം ഇലകൾ വന്നു. ഇനി പൂമുട്ട് ഇതുവരെയും വന്നിട്ടില്ല, കുറച്ച് നാൾ പിടിക്കും തോന്നുന്നു, 6 മാസമൊക്കെ ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ബൈ.